ഫ്രണ്ട്സ്, വെൽക്കം ടു സിമെഡിറ്റക് ഓൺലൈൻ അക്കാഡമി. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫാർമകോഗ്നോസിയിൽ ഡ്രഗ്സ് ആക്ടിങ് ഓൺ നെർവസ് സിസ്റ്റം ആണ്. ഓക്കെ, സോ അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ള ഡ്രഗ് ഹയോസയാമസ് ആണ്. അപ്പോൾ ഹയോസയാമസ് എന്ന് പറയുന്നതിന്റെ ഫസ്റ്റ് സിനോണിം ഓർക്കുക. സിനോണിം എന്താണ്? ഹെൻബെയിൻ. ഓക്കെ, അപ്പോൾ ഹെൻബെയിൻ എന്ന് പറയുന്നത് എന്താ? ഹയോസയാമസ് ആണ്, ഹെൻബെയിൻ. ഓക്കെ, ഇനി ഇതിന്റെ ബയോളജിക്കൽ സോഴ്സ് നോക്കാം. ബയോളജിക്കൽ സോഴ്സ് എന്താണ്? ഡ്രൈഡ് ലീവ്സ് ആൻഡ് ഫ്ലവറിംഗ് ടോപ്സ് ഓഫ്. ഓക്കെ, ഡ്രൈഡ് ലീവ്സ് ആൻഡ് ഫ്ലവറിംഗ് ടോപ്സ് ഓഫ് ഹയോസയാമസ് നൈഗർ. ഓക്കെ, ഫാമിലി ഓർക്ക് ട്രൊപ്പൈൻ ആൽക്കലോയിഡ്സ് ഉള്ളതാണ് അല്ലെ, സൊളനേഷ്യൻ ഫാമിലിയാണ്. ഓക്കെ, സോ സൊളനേഷ്യ ഫാമിലി, dried leaves and flowering tops, okay, of a Hyoscyamus niger. ഇനി അതിന്റെ മൈക്രോസ്കോപ്പി ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ മൈക്രോസ്കോപ്പിയിൽ ഓർക്കുക, നമ്മുടെ അട്രോപ്പ ബെല്ലഡോൺ ആയിരുന്നാലും ഹയോസയാമസ് ഒക്കെ ആയിരുന്നാലും ഓർക്കുക സ്റ്റൊമാറ്റയുടെ ഏത് ടൈപ്പ് സ്റ്റൊമാറ്റയാണ് പ്രസന്റ് ആയിരിക്കുന്നത് എന്നുള്ളത്. ദാറ്റ് ഈസ് അനൈസോസൈറ്റിക് സ്റ്റൊമാറ്റ. ഓക്കെ, അനൈസോസൈറ്റിക് സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ക്രൂസിഫറസ് സ്റ്റൊമാറ്റ. ഓക്കെ, അനൈസോസൈറ്റിക് സ്റ്റൊമാറ്റ അല്ലെങ്കിൽ എന്താണ്? ക്രൂസിഫറസ് സ്റ്റൊമാറ്റ. എന്താ അത്? നമ്മുടെ ഇവിടെ നോക്കിയാൽ കാണാം അനൈസോസൈറ്റിക് സ്റ്റൊമാറ്റ. ഇതെന്താണ്? അൺഈക്വൽ സെൽസ് ആണ് അല്ലെ, അൺഈക്വൽ സെൽസ്. അതായത് നമുക്കറിയാം ഇത് സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ്, അതിന്റെ ചുറ്റും എന്തുണ്ട്? ഗോഡ് സെൽസ് ഉണ്ട്. ഗോഡ് സെൽസിന്റെ ചുറ്റും നമുക്ക് സബ്സിഡിയറി സെൽസ് വരും. ഈ സബ്സിഡിയറി സെൽസിലാണ് നമുക്ക് ചേഞ്ച് വരുന്നത് അല്ലെ. അപ്പൊ ഈ സബ്സിഡിയറി സെൽസിൽ നമുക്ക് എന്ത് ചെയ്തു? 3 സെൽസ് സറൗണ്ടിങ് ആണ്. അതിൽ ഒരു സെല്ല് സ്മോൾ ആണ്. അപ്പൊ അതാണ് പറഞ്ഞത് അൺഈക്വൽ സെല്ലാണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് അൺഐസോസൈറ്റിക്. അതാണ് നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ ഒപ്പിക്കാം. ദാറ്റ് ഇസ് ഐസോസൈറ്റിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഐസോമെട്രിക് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ഈക്വൽ ആണ് അല്ലെ. അൺഐസോ എന്ന് പറയുമ്പോൾ എന്താണ്? അൺഈക്വൽ ആയിട്ടുള്ള സൈസ് ഉള്ള സ്റ്റൊമാറ്റ. ഓക്കെ, സോ ദാറ്റ് ഇസ് അൺഐസോസൈറ്റിക് സ്റ്റൊമാറ്റ. ഓക്കെ, ഇനി നമുക്ക് അതേപോലെ തന്നെ പിന്നെ ഇതിലാണെന്നുണ്ടെങ്കിൽ തന്നെയും പിന്നെ ഇതിൽ നമുക്ക് ഓർക്കാനുള്ളത് കാൽസ്യം ക്രിസ്റ്റൽസിന്റെ കേസാണ്. കാൽസ്യം ക്രിസ്റ്റൽസ് പ്രിസമാറ്റിക് ആസ് വെൽ ആസ് ക്ലസ്റ്റർ ക്രിസ്റ്റൽസ് ആയിട്ടും പ്രസന്റ് ആണ്. അതേപോലെ തന്നെ ഇഡിയോബ്ലാസ്റ്റ് ആയിട്ടും കാൽസ്യം ക്രിസ്റ്റൽസ് പ്രസന്റ് ആണ്. ഇഡിയോബ്ലാസ്റ്റ് ആയിട്ട് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ സാധാരണ കാൽസ്യം എന്ത് ചെയ്യും? സെൽസിന്റെ അകത്ത് എവിടെയെങ്കിലും ഇങ്ങനെ കാണും. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെല്ല് നിറയെ കാണും. അപ്പൊ നമുക്ക് ആ സെൽസിന്റെ തന്നെ ഒരു കൂട്ടം എന്താണ്? ഈ മറ്റേ സെൽസിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് തോന്നും. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് ആസ് ഇഡിയോബ്ലാസ്റ്റ്. അപ്പൊ ഇഡിയോബ്ലാസ്റ്റിലായിട്ട് നമുക്ക് എന്ത് കാണുന്നുണ്ട്? സാൻഡി ക്രിസ്റ്റൽസ്. അത് തന്നെയാണ് അട്രോപ്പയുടെ കേസിലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് MCQസിലും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. സാൻഡി ഷേപ്പിൽ, അതായത് ഇങ്ങനെ മണ്ണ് തൂകിയിട്ടതുപോലെ, ഇങ്ങനെ നമുക്കിങ്ങനെ തൂകിയിട്ടതുപോലെ അത് നിറച്ചിങ്ങനെ കിടക്കുവാണ്. ഓക്കെ, സോ അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്? സാൻഡി അല്ലെങ്കിൽ മൈക്രോസ്ഫിനോയിഡ് കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ്. ഓക്കെ, അപ്പോൾ ഈ വാക്കുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. മൈക്രോസ്ഫിനോയിഡൽ അല്ലെങ്കിൽ സാൻഡി കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസിന്റെ ഒരു കൂട്ടം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇഡിയോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ അതും ഇതിൽ പ്രസന്റ് ആണ്. പക്ഷെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് MCQസിൽ എപ്പോഴും കാണുന്നത് അട്രോപ്പയാണ് നമുക്ക് ചോദിച്ച് കാണാറുള്ളത് കേട്ടോ. അട്രോപ്പ ബെല്ലഡോണയുടെ കേസിലാണ് നമുക്ക് ഈ സാൻഡി കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ മൈക്രോസ്ഫിനോയിഡൽ കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് കെമിക്കൽ കോൺസ്റ്റൻസ്. കെമിക്കൽ കോൺസ്റ്റൻസ് എന്താണ്? ട്രൊപ്പൈൻ ആൽക്കലോയിഡ്സ് ആണ് അല്ലെ. അപ്പൊ ഹയോസയാമസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതിന്റെ മെയിൻ കോൺസ്റ്റന്റ് എന്തായിരിക്കും? ഹയോസയാമിൻ ആയിരിക്കും അല്ലെ. സോ അപ്പോൾ ഹയോസയാമിൻ ആണ് അതിന്റെ മെയിൻ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്. ഹയോസയാമിൻ ആണ്. പിന്നെ അതേപോലെ തന്നെ ഈ നമ്മുടെ ഈ ട്രൊപ്പൈൻ ആൽക്കലോയിഡ് ഹയോസയാമിൻ ആയിരുന്നാലും അതിന്റെ റെസിമിക് മിക്സ്ചർ ആണ് അട്രോപ്പിൻ എന്ന് പറയുന്നത് അല്ലേ. എൽ ഫോമും ഡി ഫോമും, ദാറ്റ് ഇസ് ലീവോ റൊട്ടേറ്ററിയും ഡെക്സ്ട്രോ റൊട്ടേറ്ററിയും കൂടി ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. സോ അപ്പോൾ അതിന്റെ റെസിമിക് ഫോം ആണ് അട്രോപ്പിൻ. അപ്പൊ അതും ഇതിൽ പ്രസന്റ് ആണ്. അപ്പൊ ഇവരുടെയൊക്കെ സ്ട്രക്ചറിലുള്ള ഇമ്പോർട്ടൻസ് എന്താണ്? അത് ട്രോപ്പിക് ആസിഡും ട്രൊപ്പീനും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഫോം ചെയ്ത ഒരു എസ്റ്റർ ആണിത്. ഓക്കെ, സോ ട്രോപ്പിക് ആസിഡും ട്രൊപ്പീനും കൂടി കമ്പൈൻ ചെയ്ത എസ്റ്റർ ഫോമിലുള്ള ആൽക്കലോയിഡ് ആണ് ഏതെന്ന് പറയുന്നത്? അട്രോപ്പിൻ എന്ന് പറഞ്ഞാലും ഹയോസയാമിൻ എന്ന് പറഞ്ഞാലും ഒക്കെ അതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് ട്രൊപ്പൈൻ ആൽക്കലോയിഡ്, ഹയോസയാമിൻ, പിന്നെ അതുപോലെ തന്നെ അട്രോപ്പിനും ഹയോസിനും ഉണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് അതിന്റെ കെമിക്കൽ ടെസ്റ്റ് നോക്കാം. കെമിക്കൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആൽക്കലോയിഡ്സിന്റെ ടെസ്റ്റ് എല്ലാം അത് ആൻസർ ചെയ്യും. പ്ലസ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ട്രൊപ്പൈൻ ആൽക്കലോയിഡ്സിന്റെ അട്രോപ്പിന്റെ കേസിലായിരുന്നാലും ഹയോസയാമിന്റെ ഒക്കെ കേസിലായിരുന്നാലും ട്രൊപ്പൈൻ ആൽക്കലോയിഡ്സിന്റെ ടെസ്റ്റ് ജനറൽ ആയിട്ട് പറയുകയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? വിറ്റിലി മോറിൻ ടെസ്റ്റ് അല്ലേ. അപ്പോൾ വിറ്റിലി മോറിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ട്രൊപ്പൈൻ ആൽക്കലോയിഡ്സിന്റെ ഡിസ്റ്റിങ്വിഷിംഗ് ടെസ്റ്റ് ആണ് വിറ്റിലി മോറിൻ ടെസ്റ്റ്, വിച്ച് ഇസ് ഫൗണ്ട് ടു ബി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് MCQസിൽ എപ്പോഴും കാണുന്നതാണ് ഇത് ഏതിനുള്ള ടെസ്റ്റ് ആണ് എന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ അവിടെ ചെയ്യുക? നമ്മൾ ആ ആൽക്കലോയിഡിൽ നമുക്ക് കുറച്ച് ഫ്യൂമിംഗ് നൈട്രിക് ആസിഡ് ആഡ് ചെയ്തിട്ട് ഇവാപറേറ്റ് ചെയ്ത് അതിന് നമ്മൾ അസറ്റോണിലും
ആ റെസിഡ്യൂ എടുത്തിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യും, മെത്തനോളിക് സൊല്യൂഷൻ ഓഫ് ആൽക്കലി ദാറ്റ് ഇസ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലേക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, അത് ഏത് കളർ തരും, വയലറ്റ് കളർ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, വയലറ്റ് കളർ പ്രൊഡ്യൂസ് ചെയ്യും. വയലറ്റ് കളർ എന്നാണ് നമുക്ക് യൂഷ്വലി കാണുന്നത്. ചില സ്ഥലങ്ങളിൽ പേർപ്പിൾ കളർ എന്നും പറയുന്നുണ്ട്, വയലറ്റ് പേർപ്പിൾ. ഓക്കെ, സോ അപ്പോൾ ഓർക്കുക, വയലറ്റ് കളറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ വിറ്റലി മോറിന്റെ ആ വി വെച്ചിട്ട് തന്നെ അങ്ങ് ഓർത്താൽ മതി, അതിന്റെ എൻ പോയിന്റ് അല്ലെങ്കിൽ അതിന്റെ ആ റിമാർക്ക് എന്താണ്, വയലറ്റ് കളറാണ്. ഓക്കെ, അപ്പോൾ വയലറ്റ് കളർ ട്രോപ്പൈൻ ആൽക്കലോയിഡ്സ് തരും ഏത് ടെസ്റ്റിന്, വിറ്റലി മോറിൻ ടെസ്റ്റിന്. ഓക്കെ, സോ അപ്പോൾ ഇത്രയായില്ലേ. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് അടുത്തതെന്ന് പറഞ്ഞാൽ ഡൈമീഥൈൽ അമിനോ ബെൻസാൽഡിഹൈഡ് റിയേജന്റ് യൂസ് ചെയ്തുകൊണ്ടുള്ള ടെസ്റ്റ് ആണ്. അപ്പോൾ ഡൈമീഥൈൽ അമിനോ ബെൻസാൽഡിഹൈഡ് റിയേജന്റ് യൂസ് ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് കിട്ടുമെന്ന് വെച്ചാൽ ഒരു റെഡ് കളർ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ അപ്പോൾ അത് മറ്റൊരു ടെസ്റ്റ്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ജെറാർഡ്സ് ടെസ്റ്റ്. ജെറാർഡ്സ് ടെസ്റ്റ് എന്ന് പറയുന്നതും ഇതേപോലെ തന്നെയാണ്. നമ്മുടെ ട്രോപ്പൈൻ ആൽക്കലോയിഡിൽ അട്രോപ്പിനോ അല്ലെങ്കിൽ ഹയോസയാമിനോ നമ്മൾ ആഡ് ചെയ്യുവാണ്. മെർക്കൂറി ക്ലോറൈഡും എത്തനോളും കൂടി ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജെറാർഡ് റിയേജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ജെറാർഡ് റിയേജന്റിലെ കണ്ടന്റ് എന്താണ്, മെർക്കൂറി ക്ലോറൈഡും എത്തനോളും. ഓക്കെ, സോ 2% മെർക്കൂറി ക്ലോറൈഡിൻ 50% എത്തനോൾ. ഓക്കെ, so that will also give what a red color. Okay, so that is the case with regard to Gerard's test. Okay, അപ്പോൾ ഇത്രയാണ് നമുക്ക് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ടെസ്റ്റുകൾ പറയാനുണ്ടായിരുന്നത്. ഇനി നമുക്ക് യൂസസ് ഓഫ് ഹയോസയാമസ്. യൂസസ് ഓഫ് ഹയോസയാമസ് എന്ന് പറയുമ്പോൾ അറിയാം അതിനെന്താണ് വരുന്നത്, ഒരു ആന്റികോളിനർജിക് എഫക്റ്റ് വരുന്നുണ്ട് അല്ലേ ഹയോസയാമസിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആന്റികോളിനർജിക് ആയ ആക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. ദാറ്റ് ഇസ് ആന്റി സ്പാസ്മോഡിക് ആണ്. അതേപോലെ തന്നെ നമുക്ക് അപ്പോൾ ഈ പെർഗേറ്റീവ്സിൻ്റെ ഒക്കെ ഗ്രിപ്പിംഗ് എഫക്റ്റിനെ റിലീവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. യൂറിനറി ട്രാക്റ്റിന്റെ സ്പാസം റിലീവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ആന്റി ആസ്മാറ്റിക് ആണ്, സെഡേറ്റീവ് എഫക്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, അത് CNS ഡിപ്രസന്റ് ഡ്രഗ് ആണ്. CNS ഡിപ്രസന്റ് ഡ്രഗ് ആണ്. അതേപോലെ തന്നെ എന്താണ്, മോഷൻ സിക്നസിനും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു എഫക്റ്റും കൂടിയിട്ടുണ്ട് ഏതിന്, ഹയോസയാമിന്. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് നമുക്ക് യൂസസ് വരുന്നത്. അലീഡ് ഡ്രഗ്സ്, അതായത് അതിനെ പോലെയുള്ള ഡ്രഗ് ആയിട്ട് വരുന്നത് ഏതാണ്, ഈജിപ്ഷ്യൻ ഹെൻബെയിൻ ആണ്. ഓക്കെ, ഈജിപ്ഷ്യൻ ഹെൻബെയിൻ ആണ് അലീഡ് ഡ്രഗ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഹയോസയാമസിന്റെ കേസിൽ. ഇനി നെക്സ്റ്റ് വരുന്നത് ബെലഡോണയാണ്. ബെലഡോണ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ആദ്യം തന്നെ ഓർക്കുക, അതിൻ്റെ സിനോണിം നമുക്ക് ചോദിച്ചു കാണാറുള്ളതാണ്. ഡെഡ്ലി നൈറ്റ് ഷെയ്ഡ് ലീവ്സ് എന്ന് പറയുന്നത് എന്താണ്, അട്രോപ്പയാണ് ഡെഡ്ലി നൈറ്റ് ഷെയ്ഡ് ലീവ്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഡെഡ്ലി നൈറ്റ് ഷെയ്ഡ് ലീവ്സ്. ഓക്കെ, അതും നമുക്ക് MCQസിൽ എപ്പോഴും കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് എന്താണ്, ബയോളജിക്കൽ സോഴ്സ്. ഓക്കെ, ബയോളജിക്കൽ സോഴ്സ് പറയുമ്പോഴത്തേക്ക് ഓർക്കുക നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദാറ്റ് ഈസ് ഡ്രൈഡ് ലീവ്സ് ആൻഡ് വാട്ട് ഏരിയൽ പാർട്സ് ഓഫ് അട്രോപ്പ ബെലഡോണ എന്ന് പറയുന്നത് എന്താണ്, യൂറോപ്യൻ അട്രോപ്പേനെയാണ് അട്രോപ്പ ബെലഡോണ എന്ന് പറയുന്നത്. ആൻഡ് അട്രോപ്പ അക്യുമിനേറ്റ എന്ന് പറയുന്നത് ഇന്ത്യൻ അട്രോപ്പയാണ്. ഓക്കെ, അപ്പോൾ അട്രോപ്പ ബെലഡോണ ആസ് വെൽ ആസ് വാട്ട് അട്രോപ്പ അക്യുമിനേറ്റ. ഓക്കെ, ഫാമിലി ഏതായിരിക്കും, സൊളനേഷ്യ ഫാമിലി അല്ലേ. ഇനി നെക്സ്റ്റ് വരുന്നത് അതിന്റെ മൈക്രോസ്കോപ്പിയാണ്. അപ്പോൾ മൈക്രോസ്കോപ്പിയിൽ നമുക്ക് ഓർക്കാനുള്ളത് ഈ അട്രോപ്പയുടെ കേസിൽ എപ്പിഡെർമിസിന്റെ ലീഫ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പുറമേ ഒരു ക്യൂട്ടിക്കൽ ലെയർ കാണും അല്ലേ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ക്യൂട്ടിക്കൽ ലെയർ എന്താണ്, വേവി അല്ലെങ്കിൽ സ്ട്രയേറ്റഡ് ആയിട്ടുള്ള ക്യൂട്ടിക്കൽ ലെയർ ആണ്. അതിപ്പോൾ ഇതിപ്പോൾ ഒരു സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിൽ ടൊമാറ്റോയും അതിന്റെ പുറമേയുള്ള സ്ട്രൈക്കോമും വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും സ്ട്രയേറ്റഡ് ആയിട്ടുള്ള ക്യൂട്ടിക്കിൾസ് ആണ് അല്ലേ, അതിൽ ഇതിന്റെ വരകൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് സ്ട്രയേറ്റഡ് ആയിട്ടുള്ള ക്യൂട്ടിക്കിൾ ആണ് അട്രോപ്പയിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ എപ്പിഡെർമസ് സെൽസിന് എന്തായിരിക്കും, ഒരു വേവി സെൽ വോൾ ആയിരിക്കും. ഓക്കെ, സോ അപ്പോൾ ഒരു വേവി സെൽ വോൾ ആണ് എപ്പിഡെർമൽ സെൽസ് വരുന്നത്. അതിന്റെ പുറമേ ഉള്ള ക്യൂട്ടിക്കിള് സ്ട്രയേറ്റഡ് ക്യൂട്ടിക്കിൾ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റൊമാറ്റ ഏത് ടൈപ്പാണ്, അനൈസോസൈറ്റിക് സ്റ്റൊമാറ്റയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ട്രൈക്കോംസ് എന്ന് പറയുന്നത് നമുക്ക് ഗ്ലാൻഡുലാർ ട്രൈക്കോംസും കവറിംഗ് ട്രൈക്കോംസും ഉണ്ട്. കവറിംഗ് ട്രൈക്കോംസ് ആണെന്നുണ്ടെങ്കിൽ യൂണിസീരിയേറ്റ് ആയിട്ട് വരുന്ന മൾട്ടി സെല്ലുലാർ കവറിംഗ് ട്രൈക്കോംസും, ഗ്ലാൻഡുലാർ ട്രൈക്കോംസ് ആണെങ്കിൽ യൂണിസീരിയേറ്റ് ആയിട്ടുള്ള നമുക്ക് ഒന്നുകിൽ യൂണിസെല്ലുലാർ ഹെഡാണ് യൂഷ്വലി കാണുക, പക്ഷെ ബൈസെല്ലുലാർ ഹെഡിന്റെ ടൈപ്പും ഉണ്ട്. എന്നാലും നമുക്ക് യൂണിസെല്ലുലാർ ഹെഡാണ് കോമൺലി കാണുക. ഓക്കെ, സോ അപ്പോൾ യൂണിസെല്ലുലാർ ഗ്ലാൻഡുലാർ ട്രൈക്കോംസ് വിത്ത് യൂണിസെല്ലുലാർ ഹെഡാണ് ഇതിൽ കാണുക. ഓക്കെ,
ഇനി പിന്നെ നമുക്ക് പറയാനുണ്ടായിരുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു അനൈസോസൈറ്റിക് സ്റ്റൊമാറ്റ, അത് എപ്പോഴും ചോദിച്ച് കാണാറുള്ളതാണ് സ്റ്റൊമാറ്റയുടെ സ്പെഷ്യാലിറ്റി. പിന്നെ അതുപോലെ തന്നെ ഏതാണ് കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് എങ്ങനെയാണ് കാണുന്നത്? മൈക്രോസ്ഫിനോയിഡൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്, അതായത് സാൻഡി ക്രിസ്റ്റൽസ് ആയിട്ടാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, മൈക്രോസ്ഫിനോയിഡൽ സാൻഡി ക്രിസ്റ്റൽസ് ഓഫ് കാൽസ്യം ഓക്സലേറ്റ് ആണ്. പിന്നെ നമുക്ക് മീസോഫിൽ സെൽസിൽ ഇങ്ങനെ നമുക്ക് വട്ടത്തിൽ അതിൻ്റെ നിറച്ച് എങ്ങനെ കാണാൻ കഴിയും. ഓക്കെ, സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് പിന്നെ സാൻഡി ക്രിസ്റ്റൽസ്. അത് ഓർത്ത് വെച്ചേക്കുക. മൈക്രോസ്ഫിനോയിഡൽ ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ സാൻഡി ക്രിസ്റ്റൽസ് കാണുന്നത് അട്രോപ്പിയിൽ എന്നുള്ളത് നമുക്ക് ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് പാലിസൈഡ് റേഷ്യോ. പാലിസൈഡ് റേഷ്യോ ഇതിന്റെ എത്രയാണ് അട്രോപ്പയുടേത്? 5:7 ആണ്. ഓക്കെ, പാലിസൈഡ് റേഷ്യോ 5:7 ആണ്. അത് നമുക്ക് അഡൾട്രന്റ് വരുമ്പോൾ അവിടെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ പോയിന്റും ഓർത്ത് വെച്ചേക്കുക. ഇനി നെക്സ്റ്റ് വരുന്നത് കെമിക്കൽ കോൺസ്റ്റൻസ് ആണ്. കെമിക്കൽ കോൺസ്റ്റൻസിൽ ഏതായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്? അട്രോപ്പിൻ ആണ് അല്ലെ. അട്രോപ്പിനും അതുപോലെ തന്നെ അതിന്റെ എൽ ഫോമായ ഹയോസയാമിനും. ഓക്കെ, സോ അപ്പോൾ ഹയോസയാമിൻ, അട്രോപ്പിൻ ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്. എൽ ഹയോസയാമിനും അതിന്റെ റെസിമിക് ഫോം ആയിട്ടുള്ള അട്രോപ്പിനും. ഇനി അതേപോലെ തന്നെ ബാക്കി ഈ ഹയോസിൻ ഉണ്ട് ചെറിയ എമൗണ്ടിൽ, ബെലഡോണിൻ ഉണ്ട്, അതൊക്കെ ഉണ്ട്. പിന്നെ ഓർക്കുക അട്രോപ്പയിൽ ഒരു ഫ്ലൂറസെന്റ് സബ്സ്റ്റൻസ് പ്രസന്റ് ആണ്. ആ ഫ്ലൂറസെന്റ് സബ്സ്റ്റൻസ് ഏതാണ്? സ്കോപ്പോലെറ്റിൻ. ഓക്കെ, സ്കോപ്പോലെറ്റിൻ എന്ന് പറയുന്നതാണ് ഫ്ലൂറസെന്റ് സബ്സ്റ്റൻസ്. ഈ സ്കോപ്പോലെറ്റിന്റെ മറ്റൊരു പേരെന്താണ്? എൽ മീഥൈൽ എസ്കുലിറ്റിൻ. ഓക്കെ, അതൊന്ന് കണക്റ്റഡ് ആണ്, അപ്പൊ അതുകൊണ്ട് അത് പ്രശ്നമില്ല. സ്കോപ്പോലെറ്റിൻ എന്ന് പറയുന്നതാണ് ഫ്ലൂറസെന്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് അട്രോപ്പയിൽ പ്രസന്റ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ഇനി അതിൽ എന്തുണ്ട്? വോളറ്റൈൽ ആയിട്ടുള്ള ബേസസ് ഉണ്ട്. വോളറ്റൈൽ ബേസസിൽ വരുന്നത് ഏതൊക്കെയാണ്? pyridine bases pyrrolin. Okay, so that is N-methyl pyrrolin. Okay, pyridine as well as what N-methyl pyrrolin ആണ് volatile ആയിട്ടുള്ള bases അതിൽ present ആയിരിക്കുന്നത്. Okay, so അപ്പോൾ ഇത്രയാണ് നമുക്ക് chemical constituents in atropa വരുന്നത്. ഇനി അതിന്റെ uses പറയുകയാണെങ്കിൽ നമുക്ക് ആന്റികോളിനർജിക് ആയിട്ടുള്ള എഫക്ട്സ് എല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അതെന്താണ്? ആന്റിഡോട്ട് ആയിട്ട് നമുക്ക് ക്ലോറൽ ഹൈഡ്രേറ്റ് പോയ്സണിങ്ങിനും ഓപ്പിയം പോയ്സണിങ്ങിനും യൂസ് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ അത്രയാണ് യൂസസ് വരുന്നത്. ഇനി അഡൾട്രന്റ് പറയുകയാണെങ്കിൽ ഫൈറ്റിലേക്ക അമേരിക്കാന, അഡൾട്രന്റ് അട്രോപ്പയുടേതും ഇമ്പോർട്ടൻ്റ് ആണ്. അഡൾട്രന്റ് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, ഫൈറ്റിലേക്ക അമേരിക്കാന, ഫൈറ്റിലാക്ക ഡെക്കാൻഡ്ര, അതായത് ഫൈറ്റിലേക്ക സ്പീഷീസ് ഉണ്ട് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ഫൈറ്റിലേക്ക ജീനസ് വരുന്നത് അഡൾട്രന്റ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എയ്ലാന്തസ് ഗ്ലാൻഡുലോസ. ഓക്കെ, എയ്ലാന്തസ് ഗ്ലാൻഡുലോസയും അട്രോപ്പയുടെ അഡൾട്രന്റ് ആണ്. പിന്നെ നമുക്ക് ചോദിച്ച് കാണാറുള്ളതാണ് സൊളാനം നൈഗ്രം. അട്രോപ്പയുടെ അഡൾട്രന്റ് ആയിട്ടുള്ളതാണ് സൊളാനം നൈഗ്രം. അപ്പോൾ നമ്മൾ നേരത്തെ പാലിസൈഡ് റേഷ്യോ 5:7 പറഞ്ഞില്ലേ? ഈ അഡൾട്രന്റ് ആണെങ്കിൽ അതിന്റെ പാലിസൈഡ് റേഷ്യോ ജസ്റ്റ് 2:4 ആയിരിക്കും. നമ്മൾ നോക്കുമ്പോൾ പാലിസൈഡ് റേഷ്യോ 2:4 ആണെങ്കിൽ that is found to be adulterated with water solanum nigrum. Okay, so that is the case with regard to adulterants of atropa. Okay, അപ്പോൾ അട്രോപ്പയുടെ അഡൾട്രൻസിൽ സൊളാനം നൈഗ്രം ആദ്യം തന്നെ ഓർക്കുക. നമ്മൾ സൊളനേഷ്യ സ്പീഷീസ് ഒക്കെ അല്ലേ, സൊളനേഷ്യ ഫാമിലി അല്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യം നമുക്ക് അത് കണക്ട് ചെയ്ത് ഓർക്കുക. ഓക്കെ, അട്രോപ്പയുടെ ഒരു അഡൾട്രന്റ് ആണ് സൊളാനം നൈഗ്രം. പാലിസൈഡ് റേഷ്യോ കുറവാണ്, 2:4 ആണ്, മറ്റത് 5:7 ആണ്. ഓക്കെ, പിന്നെ ബാക്കിയുള്ള അഡൾട്രൻസ് ഏതൊക്കെയായിരുന്നു? എയ്ലാന്തസ് ഗ്ലാൻഡുലോസ, അതുപോലെ തന്നെ ഏതായിരുന്നു? ഫൈറ്റിലാക്ക അമേരിക്കാനയും ഫൈറ്റിലേക്ക ഡെക്കാൻഡ്രയും. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് നമുക്ക് അഡൾട്രൻസ് ഓഫ് അട്രോപ്പ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എഫിഡ്രയാണ്. ഓക്കെ, സോ അപ്പോൾ നെക്സ്റ്റ് ഡ്രഗ് ഇസ് എഫിഡ്ര. ആൻഡ് എഫിഡ്രയുടെ കേസ് വരുമ്പോൾ നമുക്ക് സിനോണിം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടറാണ് സിനോണിം. അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ചോദിച്ച് കാണുന്നതാണ് മാഹുവാങ്. ഓക്കെ, മാഹുവാങ് എന്നറിയപ്പെടുന്ന ഡ്രഗ് ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. ദാറ്റ് ഇസ് എഫിഡ്ര. ഓക്കെ, അപ്പോൾ എഫിഡ്ര, മാഹുവാങ്. ഓക്കെ, ഇനി അതിന്റെ ഏത് പോർഷനാണ് ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം. ദാറ്റ് ഇസ് ദ ഡ്രൈഡ് യങ് സ്റ്റെംസ് ആണ് അല്ലെ. ഡ്രൈഡ് യങ് സ്റ്റെംസ് ഓഫ് എഫിഡ്ര ജെറാഡിയാന അല്ലെങ്കിൽ എഫിഡ്ര നെബ്രോഡെൻസിസ്. ഓക്കെ, എഫിഡ്ര. അപ്പോൾ അതിന്റെ ഫാമിലി ഓർത്ത് വെച്ചേക്കുക. എഫിഡ്രേസി ചോദിക്കാറില്ല, നിറ്റേസി ചോദിക്കാറുണ്ട്. ഓക്കെ, എഫിഡ്രേസിയ അല്ലെങ്കിൽ നിറ്റേസിയ ആണ് അതിന്റെ ഫാമിലി. ഓക്കെ, അപ്പോൾ എഫിഡ്ര യങ് സ്റ്റെംസ് ഓഫ് സ്റ്റെം ബേസസ് ഓഫ് ഏതാണ് വരുന്നത്? എഫിഡ്ര സ്പീഷീസ് ആണ് വരുന്നത്. അപ്പോൾ അതിന്റെ ഫാമിലി ഓർക്കുക അവിടെ ഏതാണ്? നിറ്റേസി. ഓക്കെ, ഇനി മാഹുവാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഇത് നമുക്ക് ചൈനീസ് സിസ്റ്റം ഓഫ് മെഡിസിനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ഡ്രഗ് ആണ് ഈ എഫിഡ്ര. അപ്പോൾ അതുകൊണ്ട് മാഹുവാങ് എന്ന് പറയുമ്പോൾ മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്ട്രിഞ്ചന്റ് ടേസ്റ്റ് എന്നും ഹുവാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യെല്ലോ കളർ എന്നുള്ള അർത്ഥത്തിലാണ് മാഹുവാങ് എന്ന് ചൈനീസ് സിസ്റ്റം ഓഫ് മെഡിസിനിൽ അതിന്
വിളിപ്പേരുള്ളത്. ഓക്കെ, സോ അപ്പോൾ മാഹുവാങ് എന്നറിയപ്പെടുന്ന മാഹുവാങ് ആണ്, HUANG ആണ് കേട്ടോ. മാഹുവാങ് എന്നറിയപ്പെടുന്നത് എഫിഡ്ര. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ഇതിൽ ഓർക്കുക, എഫിഡ്ര എന്ന് പറയുന്നത് ഒരു ജിംനോസ്പേർമസ് പ്ലാന്റ് ആണ്. എന്താ ജിംനോസ്പേമും ആൻജിയോസ്പേമും ഒക്കെ പണ്ട് നമ്മൾ പഠിച്ചതല്ലേ, ജിംനോസ്പേം ആൻജിയോസ്പേം ഒക്കെ. അപ്പോൾ ജിംനോസ്പേം എന്ന് പറഞ്ഞാൽ നോൺ ഫ്ലവറിങ് ആയിരിക്കും അല്ലെ. മറ്റേതാണെങ്കിൽ ആൻജിയോസ്പേംസ് ആണ്, നമുക്ക് കോമൺലി കാണുന്നത് ആൻജിയോസ്പേംസ് ആണ്, ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. പക്ഷേ ദിസ് ഇസ് ഫൗണ്ട് ടു ബി എ ജിംനോസ്പേമസ് പ്ലാന്റ്. ഓക്കെ, സോ അപ്പോൾ ആ ഒരു പോയിന്റ് എഫിഡ്രയിൽ ഒന്ന് ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ് വരുന്നത് അതിന്റെ മൈക്രോസ്കോപ്പിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കാനുള്ള ഒരു കാര്യമുണ്ട്, ദാറ്റ് ഇസ് സങ്കൺ സ്റ്റൊമാറ്റ. സങ്കൺ സ്റ്റൊമാറ്റ കാണുന്ന ഡ്രഗ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അത് ഏതാണ്? എഫിഡ്ര. സങ്കൺ സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ എപ്പിഡെർമൽ സെൽസിൽ തന്നെ നമുക്ക് സ്റ്റൊമാറ്റ കാണും അല്ലെ. പക്ഷെ സങ്കൺ സ്റ്റൊമാറ്റ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു കിഴുത്തിയിലോട്ട് ഒരു കുഴിയിലോട്ട് ഇങ്ങനെ ചെറിയൊരു കിഴുത്തിയിലോട്ട് അതിനെ കാണുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സങ്കൺ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ സങ്കൺ സ്റ്റൊമാറ്റയാണ് എവിടെ കാണുന്നത്? എഫിഡ്ര സങ്കൺ സ്റ്റൊമാറ്റയ്ക്ക് എക്സാമ്പിൾ ആണെന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, പിന്നെ എഫിഡ്രയിൽ പിന്നെ നമുക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമുക്ക് MCQസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സങ്കൺ സ്റ്റൊമാറ്റ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിൽ എന്തുണ്ട്, ഇതിന് ലിഗ്നിൻ ഡെപ്പോസിറ്റ് ഉള്ള ഫൈബേഴ്സും ഉണ്ട്. പെരിസൈക്ലിക് ഫൈബേഴ്സിൽ ലിഗ്നിഫൈഡ് ആയിട്ടുള്ള പെരിസൈക്ലിക് ഫൈബേഴ്സും ഉണ്ട്, നോൺ ലിഗ്നിഫൈഡ് ആയിട്ടുള്ള ഫൈബേഴ്സും ഉണ്ട്. ഓക്കെ, ലിഗ്നിഫൈഡ് ആയിട്ടുള്ള പെരിസൈക്ലിക് ഫൈബേഴ്സും ഉണ്ട്, അതേപോലെ തന്നെ സാധാരണ നോൺ ലിഗ്നിഫൈഡ് ആയിട്ടുള്ള ഫൈബേഴ്സും ഉണ്ട് എന്നുള്ളത് ഓർക്കുക. പിന്നെ കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിത്തിൽ എന്തുണ്ട്, പിന്നെ ഇതിന്റെ സ്പീഷീസ് സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ പാരൻകൈമാറ്റോസ് ഡാർക്ക് ബ്രൗൺ കളേർഡ് പിത്താണ് എന്നുള്ളതൊന്ന് ഓർക്കുക. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് അതിന്റെ മൈക്രോസ്കോപ്പി വരിക. ഇനി കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ് വരുമ്പോൾ എഫിഡ്ര എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം എഫിഡ്രിൻ അല്ലേ. അപ്പോൾ എഫിഡ്രിൻ എന്താണ്? എഫിഡ്രിൻ എന്ന് പറയുന്നത് ഒരു അമിനോ ആൽക്കലോയിഡ് ആണ് അല്ലേ, ഒരു പ്രോട്ടോ ആൽക്കലോയിഡ് അല്ലേ, നമ്മൾ ഓൾറെഡി അത് പറഞ്ഞിട്ടുള്ളതാണ്. പ്രോട്ടോ ആൽക്കലോയിഡ് അല്ലെങ്കിൽ ഒരു അമിനോ ആൽക്കലോയിഡ് ആണ്. ബിക്കോസ് എന്താ പറയുക, അമിനോ ആസിഡിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്ന നൈട്രജൻ ഹെട്രോസൈക്ലിക് റിങ്ങിലല്ല, പുറത്താണ്. സോ അപ്പോൾ ഇറ്റ് ഇസ് ഫൗണ്ട് ടു ബി ആൻ അമിനോ ആൽക്കലോയിഡ് ആണ്, അല്ലെങ്കിൽ എന്താണ്, പ്രോട്ടോ ആൽക്കലോയിഡിന്റെ എക്സാമ്പിൾ ആണ് എഫിഡ്രിൻ. പിന്നെ അതേപോലെ തന്നെ സ്യൂഡോ എഫിഡ്രിൻ ഉണ്ട്, N-methyl എഫിഡ്രിൻ ഉണ്ട്, നോൺ എഫിഡ്രിൻ ഉണ്ട്. ഇതൊക്കെ അതിലുള്ള അമിനോ ആൽക്കലോയിഡ്സ് ആണ്. ഓക്കെ, ഇനി നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്, സ്റ്റെം അല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിന്റെ റൂട്ടിൽ എന്തുണ്ട്, റൂട്ടിൽ മാക്രോസൈക്ലിക് ആയിട്ടുള്ള ആൽക്കലോയിഡ്സ് പ്രസന്റ് ആണ്, ദാറ്റ് ഇസ് എഫിഡ്രാഡിൻസ്. ഓക്കെ, അപ്പോൾ റൂട്ടിൽ എഫിഡ്രാഡിൻസ് പ്രസന്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഓക്സസോളിഡിനോൺ പ്രസന്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് റൂട്ടിൽ പ്രസന്റ് ആണ് എഫിഡ്രാഡിൻസ്. ഈ എഫിഡ്രാഡിൻസിന് BP കുറയ്ക്കുന്ന ഒരു നേച്ചർ ഉണ്ട്. ഓക്കെ, അപ്പോൾ എഫിഡ്രയുടെ കേസിൽ എഫിഡ്രാഡിൻസ് അതിന്റെ റൂട്ടിൽ പ്രസന്റ് ആണ്, ആൻഡ് ദാറ്റ് ഹാസ് വാട്ട് എ ഹൈപ്പോടെൻസീവ് എഫക്റ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് കെമിക്കൽ ടെസ്റ്റ് ആണ്. കെമിക്കൽ ടെസ്റ്റിന്റെ കേസ് വരുമ്പോഴത്തേക്കും ഡ്രഗിനെ നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് കോപ്പർ സൾഫേറ്റും അതുപോലെ തന്നെ സോഡിയം ഹൈഡ്രോക്സൈഡായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ വയലറ്റ് കളർ പ്രൊഡ്യൂസ് ചെയ്യും. അത് പിന്നെ നമ്മൾ ഷേക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഈഥറുമായിട്ട് ഷേക്ക് ചെയ്യുമ്പോഴത്തേക്കും ഓർഗാനിക് ലെയർ പേർപ്പിൾ ആവുന്നു, അക്വസ് ലെയർ അല്ലെങ്കിൽ ഇൻഓർഗാനിക് ലെയർ ബ്ലൂ കളർ ആവുന്നു. ഓക്കെ, സോ അപ്പോൾ അതാണ് ടെസ്റ്റ് വരിക. അത് നമ്മൾ ഇതുവരെ അതിങ്ങനെ ചോദിച്ച് കണ്ടിട്ടുള്ള കേസില്ല. പിന്നെ നെക്സ്റ്റ് വരുന്നത് യൂസസ് ആണ്. യൂസസിന്റെ കേസ് വരുമ്പോഴത്തേക്കും ഈ എഫിഡ്ര എന്ന് പറയുമ്പോൾ തന്നെ എഫിഡ്രിൻ എന്താണ്, സിമ്പത്തോമിമെറ്റിക് ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ് അല്ലേ എഫിഡ്രിൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് ഫൗണ്ട് ടു ബി വാട്ട് ബ്രോങ്കോ ഡൈലേറ്ററി എഫക്റ്റ് ഉണ്ട്, ആന്റി ആസ്മാറ്റിക് എഫക്റ്റ് കാണിക്കുന്നുണ്ട്, ബ്രോങ്കോ ഡൈലേഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത് എന്ത് ചെയ്യും, ആക്ച്വലി അത് നമുക്ക് എഫിഡ്രയുടെ കേസ് പറയുമ്പോഴത്തേക്കും എഫിഡ്ര നമുക്ക് ഹൈപ്പർടെൻസീവ് ആക്ഷൻ തരുന്നുണ്ട്. വൈ? ബിക്കോസ് ഓഫ് ദ പെരിഫറൽ കൺട്രാക്ഷൻ ഓഫ് ആർട്ടറീസ്. ഓക്കെ, ഹൈപ്പർടെൻസീവ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എഫിഡ്ര. അതേപോലെ തന്നെ എന്താണ്, അത് ഹൈപ്പോടെൻസീവ് എഫക്റ്റും ഉണ്ട്, കാരണം എഫിഡ്രാഡിൻസ് നമുക്ക് ആ റൂട്ടിൽ പ്രസന്റ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എഫിഡ്രാഡിൻസിന് എന്തുണ്ട്, ഹൈപ്പോടെൻസീവ് എഫക്റ്റ് ഉണ്ട്. അതല്ലാതെ എഫിഡ്രയ്ക്കാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, എഫിഡ്രിന്റെ ഇതിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്, ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്തിട്ട് വരുന്നുണ്ട്. സിമ്പത്തോമിമെറ്റിക് ഡ്രഗ് ആണ് അല്ലേ. സോ അപ്പോൾ അങ്ങനെയാണ് വരിക. ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഈ എഫിഡ്ര. അതിൽ എന്തിന്റെ കണ്ടന്റ് ആണ് അതിന് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓക്സസോളിഡോൺ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ് ആന്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റിന് കാരണം. ഓക്കെ, സോ അപ്പോൾ അത്രയാണ് നമുക്ക് എഫിഡ്ര ആയിട്ട് റിലേറ്റ് ചെയ്ത് വരിക. ഓക്കെ, നെക്സ്റ്റ് ഒപ്പിയോ ആണ് നോക്കാനുള്ളത്. ഒപ്പിയോ എന്ന് പറയുമ്പോൾ അതിന്റെ ഡ്രൈഡ് ലാറ്റക്സ് ആണ് എടുക്കുന്നത് അല്ലെ. അൺറൈപ്പ്
ക്യാപ്സ്യൂളിൽ നിന്നിട്ട് ഇൻസിഷൻ ഉണ്ടാക്കുമ്പോൾ അതിൽ കൂടിയിട്ട് എന്ത് ചെയ്യും, ലാറ്റക്സ് പുറത്തു വരും. അതാണ് നമ്മുടെ ബയോളജിക്കൽ സോഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഡ്രൈഡ് ലാറ്റക്സ് ഓഫ്, നമ്മളിപ്പോൾ പച്ച പപ്പായയിലൊക്കെ എന്ത് ചെയ്യും, ഇതേപോലെ ഇങ്ങനെ ലാറ്റക്സ് പുറത്തു വരില്ലേ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ആണ് വരേണ്ടത്. സോ ഡ്രൈഡ് ലാറ്റക്സ് ഓഫ് ദ അൺറൈപ്പ് ഫ്രൂട്ട് ക്യാപ്സ്യൂൾസ് ഓഫ്, ഓക്കെ, അൺറൈപ്പ് capsule of a Papaver somnifera belongs to the family Papaveraceae. അപ്പോൾ അതിന്റെ പിന്നെ ഇങ്ങനെ നമ്മൾ റോ ആയിട്ട് എടുക്കുന്ന ഈ ലാറ്റക്സിന്റെ കണ്ടന്റും കൂടിയിട്ടൊന്ന് ഓർക്കുക. നമ്മൾ ബിപിയുടെ ഒക്കെ കണ്ടന്റ് പറയുന്നുണ്ട്. അതിന് മിനിമം എത്ര വേണം, മോർഫിൻ 10% മോർഫിൻ വേണം. കൊഡീൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 2% കൊഡീൻ വേണം. ഓക്കെ, സോ അപ്പോൾ അതാണ് റോ ആയിട്ടുള്ള ഈ ലാറ്റക്സിന്റെ കണ്ടന്റ് പറയുന്നത്. നോട്ട് ലെസ് ദാൻ 10% മോർഫിൻ ആൻഡ് നോട്ട് ലെസ് ദാൻ 2% കൊഡീൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഒപ്പിയത്തിന്റെ കേസ്. ഇനി ഈ ഒപ്പിയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എല്ലാ ആൽക്കലോയിഡ്സും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഒപ്പിയായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ദാറ്റ് ഈസ് നമുക്ക് ഈ ഒപ്പിയം എന്ന് പറയുന്നത് ഒരു നാർക്കോട്ടിക് ഡ്രഗ് ആണ്. അപ്പോൾ ഈ ഒരു നാർക്കോട്ടിക് ഡ്രഗിനെ പറ്റിയിട്ട് ആദ്യമായിട്ട് നമുക്ക് ഏത് ഒരു പുസ്തകത്തിലാണ് നമുക്ക് ആദ്യമായിട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റോറിയ പ്ലന്റാരത്തിലും ഡി മെറ്റീരിയ മെഡിക്കയിലുമാണ്. ഇതൊക്കെ ഒന്ന് വായിച്ചു വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് അഥവാ ചോദിച്ചിരുന്നാലും നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ മെറ്റീരിയ മെഡിക്കയിലും അതുപോലെ തന്നെ ഏതാണ് ഹിസ്റ്റോറിയ പ്ലന്റാരം, ഈ 2 പുസ്തകവും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നമുക്ക് ഇതിന്റെ റെക്കോർഡായിട്ട്, ഓക്കെ, അല്ലെങ്കിൽ ഈ ഒപ്പിയത്തിനെ പറ്റി ആദ്യമായിട്ട് എഴുതപ്പെട്ട പുസ്തകം ഏതാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഒപ്പിയം എന്നുള്ള ആ ഒരു ഡ്രഗ് വന്ന പുസ്തകം ഏതാണ്, അത് ഇതിലാണ്. ഹിസ്റ്റോറിയ പ്ലന്റാരത്തിലും ഉണ്ട്, അതേപോലെ തന്നെ ഇതിലും ഉണ്ട് ഡി മെറ്റീരിയ മെഡിക്കയിലും ഈ ഒപ്പിയത്തിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതില് നമുക്ക് ഒപ്പിയം കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന മോർഫിൻ ആണ്. പക്ഷേ ഈ ഒപ്പിയത്തിൽ നിന്ന് ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്ത ആൽക്കലോയിഡ് മോർഫിൻ അല്ല, അത് ഏതാണ്, നോസ്കാപ്പിൻ ആണ്. ഓക്കെ, നോസ്കാപ്പിൻ അഥവാ നാർക്കോട്ടിൻ. ഓക്കെ, അപ്പോൾ അത് ഏതാണ് ഡ്രഗ്, നാർക്കോട്ടിൻ അല്ലെങ്കിൽ നോസ്കാപ്പിൻ ആണ് ആദ്യമായിട്ട് ഒപ്പിയത്തിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തതെന്നുള്ളത് ഓർക്കുക. ഓക്കെ, മോർഫിൻ അല്ല, നോസ്കാപ്പിൻ അല്ലെങ്കിൽ നാർക്കോട്ടിൻ. ഓക്കെ, ഇനി മോർഫിന്റെ ഐസൊലേറ്റ് ചെയ്തത് ആരാണെന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. സെഗ്നിൻ ആണ് മോർഫിനെ ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്തത്. ഓക്കെ, മോർഫിനെ എടുത്തത് അല്ലെങ്കിൽ മോർഫിൻ കണ്ടുപിടിച്ചത് ഒപ്പിയത്തിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുത്തത് ആരാണ്, സെഗ്നിൻ ആണ് ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്തത്. ഇനി മോർഫിന്റെ സ്ട്രക്ചർ എല്യൂസിഡേറ്റ് ചെയ്തത് ഗിളൻഡ് ആൻഡ് റോബിൻസൺ ആണ്. അപ്പോൾ അത് അധികം ഇമ്പോർട്ടൻ്റ് ഇല്ല, അത് വിട്ടേക്കും. ഇനി കൊഡീൻ ഐസൊലേറ്റ് ചെയ്തതാണെങ്കിൽ ആരായിരിക്കാം, റോബിക്യൂട്ട് ആണ് കൊഡീൻ ഐസൊലേറ്റ് ചെയ്തത്. ഓക്കെ, കൊഡീൻ ഐസൊലേറ്റ് ചെയ്തത് റോബിക്യൂട്ടും, അതേപോലെ തന്നെ സെഗ്നിൻ ആണ് മോർഫിൻ ഐസൊലേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ കൊഡീൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇതൊന്നും കാണാതെ പഠിക്കേണ്ട, എന്തെങ്കിലും ഒരു ക്ലൂ ഇട്ട് വെച്ചിരുന്നാലും മതി. അപ്പോൾ നമുക്ക് ഇൻ കേസ് ചോദിച്ചിരുന്നാലും ഓർക്കാൻ പറ്റും. ഇപ്പോൾ റോബിക്യൂട്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കുട്ടി എന്നൊക്കെ ഓർക്കുക, കുട്ടികൾക്ക് കോഡ് ഇട്ടൊക്കെ പഠിപ്പിച്ചു കൊടുത്താൽ എളുപ്പമാണ് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കണക്ഷൻ ഇടും. അപ്പോൾ നമുക്ക് ആ ഓപ്ഷൻ കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും, പഠിച്ചില്ലെങ്കിലും. അപ്പോൾ റോബിക്യൂട്ട് എന്ന് പറയുന്നത് കൊഡീൻ ആണ്, കൊഡീനുമായിട്ട് റിലേറ്റഡ് ആണ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, സോ അപ്പോൾ റോബിക്യൂട്ട്, കൊഡീൻ. പിന്നെ നെക്സ്റ്റ് വരുന്നത് സെഗ്നിൻ, മോർഫിൻ. ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്തത് നോസ്കാപ്പിൻ അല്ലെങ്കിൽ നാർക്കോട്ടിൻ. പിന്നെ ഇത് ഒന്ന് വായിച്ചു വെച്ചേക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് വരുന്നത് കൾട്ടിവേഷൻ, കളക്ഷൻ ആൻഡ് പ്രിപ്പറേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് നാർക്കോട്ടിക് ഡ്രഗ് ആയതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ എല്ലാ ആക്ടിവിറ്റീസും തന്നെ ഏതിന്റെ കീഴിലാണ് വരിക, NDPS ആക്ട് അല്ലെ. നാർക്കോട്ടിക് ഡ്രഗ് ആയതുകൊണ്ട് തന്നെ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 കീഴിലാണ് ഈ നമ്മുടെ ഒപ്പിയവും വരുന്നത്. ഓക്കെ, സോ ബിക്കോസ് ഇറ്റ് ഇസ് ഫൗണ്ട് ടു ബി എ നാർക്കോട്ടിക് ഡ്രഗ്. ഇനി നെക്സ്റ്റ് വരുന്നത് അതിന്റെ കൾട്ടിവേഷൻ. കൾട്ടിവേഷൻ നമുക്ക് എല്ലായിടത്തും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലെ, ഗവൺമെന്റിന്റെ അണ്ടറിലാണ് അതിന്റെ കൾട്ടിവേഷൻ ചെയ്യുക. അപ്പോൾ അത് എവിടെയാണ് ഗവൺമെന്റിന്റെ അണ്ടറിൽ കൾട്ടിവേഷൻ ചെയ്യുന്നതെന്നും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് ആസ് വെൽ ആസ് രാജസ്ഥാൻ. ഓക്കെ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് ആസ് വെൽ ആസ് രാജസ്ഥാൻ. ഇനി അതിന്റെ കൾട്ടിവേഷൻ ടൈം എന്ന് ഓർത്ത് വെച്ചിരിക്കുക, കാരണം നമുക്ക് അതൊരു ഇമ്പോർട്ടൻ്റ് ആയ ഡ്രഗ് ആയതുകൊണ്ടാണ്. നവംബർ മുതൽ മാർച്ച് വരെയാണ് അതിന്റെ കൾട്ടിവേഷൻ ടൈം. ഓക്കെ, അതിന്റെ കൾട്ടിവേഷൻ ടൈം വരുന്നത് നവംബർ മുതൽ മാർച്ച് വരെയാണ് ഇതിന്റെ കൾട്ടിവേഷൻ ടൈം വരുന്നത്. ഇനി ഈ ലാറ്റക്സ് നമ്മൾ എപ്പോഴാണ് കളക്ട് ചെയ്യുന്നത്, ലാറ്റക്സ് നമ്മൾ ആ ഒരു അൺറൈപ്പ് ക്യാപ്സ്യൂളിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഇൻസിഷൻ ഉണ്ടാക്കി കളക്ട് ചെയ്യാന്ന് പറഞ്ഞു. അത് ശരിക്കും ചെയ്യുന്നത് ആഫ്റ്റർനൂണിലാണ് ചെയ്യുക. ഓക്കെ, വെർട്ടിക്കൽ ഇൻസിഷൻസ് ഉണ്ടാക്കുന്നത് ആഫ്റ്റർനൂണിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു
ഇതൊരു വെള്ളം പോലെ ഇങ്ങനെ ഒഴുകി വരുമല്ലേ പുറമേക്ക്. അപ്പൊ നമുക്ക് ആ ചൂട് സമയമായിരിക്കും എന്ത് ചെയ്യും, മാക്സിമം ലാറ്റക്സ് നമുക്ക് അതിന്റെ പുറമേ കിട്ടും. ഇനി ഇത് കളക്ട് ചെയ്യുന്ന എപ്പോഴായിരിക്കും, അടുത്ത ദിവസം മോർണിംഗിലെ ഇത് സ്ക്രാപ്പ് ചെയ്ത് എടുക്കുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും, നൈറ്റിൽ ടെമ്പറേച്ചർ കുറയില്ലേ, അപ്പൊ ഇതിരുന്ന് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമുക്ക് അതിൽ നിന്ന് ലാറ്റക്സ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് കേസ് വരുന്നത് കൾട്ടിവേഷൻ്റെത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ക്യാപ്സ്യൂൾസ് ഇൻസൈസ് ചെയ്യുന്നത് നമ്മൾ ഏത് സമയത്താണ്, ആഫ്റ്റർനൂണിലാണ് ഇൻസൈസ് ചെയ്യുന്നത്. കളക്ട് ചെയ്യുന്നത് ഏത് സമയത്താണ്, നെക്സ്റ്റ് ഡേ മോർണിംഗിലാണ് കളക്ട് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോസസ്സിങ്. ഇതിന്റെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെ കൊണ്ടുപോകും, ഗവൺമെന്റ് ഒപ്പിയം ഫാക്ടറി ഉണ്ട് അല്ലേ. എവിടെയാണത്, ഗസിപൂറും നീമുച്ചും ഉണ്ട്. അപ്പോൾ അതിൽ ഗസിപൂരിലാണ് നമുക്ക് പ്രോസസ്സിങ് ഓഫ് ഒപ്പിയം ഒക്കെ നടക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ പ്രോസസ്സിങ് ഓഫ് ഒപ്പിയം ഗസിപൂർ ഗവൺമെന്റ് ഒപ്പിയം ഫാക്ടറിയിലാണ് നടക്കുന്നത് എന്നുള്ളതും കൂടിയിട്ട് ഓർക്കുക. ഓക്കെ, നെക്സ്റ്റ് പിന്നെ അതിൽ വരുന്നത് കെമിക്കൽ കോൺസ്റ്റൻസ് ആണ്. കെമിക്കൽ കോൺസ്റ്റൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒപ്പിയത്തിന്റെ കേസിൽ. എന്താണ് വരുന്നത്, 2 ടൈപ്പ് ആൽക്കലോയിഡ്സ് പ്രസന്റ് ആണ് അല്ലേ കെമിക്കൽ കോൺസ്റ്റൻസ്. ഏതൊക്കെയാണത്, ഫിനാൻഡ്രീൻ ആൽക്കലോയിഡ്സും അതുപോലെ തന്നെ ബെൻസൈൽ ഐസോക്വിനോളിൻ ആൽക്കലോയിഡ്സും. ഓക്കെ, അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഫിനാൻഡ്രീൻ ആൽക്കലോയിഡ് ആയിട്ട് പ്രസന്റ് ആയിരിക്കുന്നത് ഏതൊക്കെയാണ്, ഫിനാൻഡ്രീൻ ന്യൂക്ലിയസ് ഉള്ള ആൽക്കലോയിഡ്സ് ആണ് അല്ലേ. ഏതൊക്കെയാണ്, മോർഫിൻ, കൊഡീൻ, തിബൈൻ. ഓക്കെ, മോർഫിൻ, കൊഡീൻ, തിബൈൻ ഫിനാൻഡ്രീൻ ആൽക്കലോയിഡ്സും. നമുക്ക് സ്ഥിരമായിട്ട് കാണുന്നത് ബെൻസൈൽ ഐസോക്വിനോളിൻ ആൽക്കലോയിഡ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാന്ന് ചോദിച്ചിട്ട് പപ്പാവറിൻ ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, സോ അപ്പോൾ ബെൻസൈൽ ഐസോക്വിനോളിൻ ആൽക്കലോയിഡ്, ബെൻസൈൽ ഐസോക്വിനോളിൻ സ്ട്രക്ചർ ഉള്ള ആൽക്കലോയിഡ് അല്ലേ. അപ്പോൾ അതിൽ വരുന്നതാണ് ഏതൊക്കെ, നമ്മുടെ നാർക്കോട്ടിൻ അല്ലെങ്കിൽ നോസ്കാപ്പിൻ, നാസീൻ ആസ് വെൽ ആസ് പപ്പാവറിൻ. ഓക്കെ, സോ അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് തന്നെ ഓർക്കുക. ഫിനാൻഡ്രീൻ ആൽക്കലോയിഡ് ഏതാണ്, മോർഫിൻ, കൊഡീൻ, തിബൈൻ ആണ്. കാരണം അതിൽ ആ ഒരു 3 റിങ്ങിന്റെ സ്ട്രക്ചർ കണക്ക് നമുക്ക് ഇങ്ങനെ വരുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലേ, ഫിനാൻഡ്രീൻ ന്യൂക്ലിയസ്. അപ്പോൾ അത് ആ ഒരു ന്യൂക്ലിയസ് ഉള്ള ആൽക്കലോയിഡ്സ് ആണ് ഫിനാൻഡ്രീൻ ആൽക്കലോയിഡ്സ് എന്ന് പറയുന്നത്, മോർഫിൻ, കൊഡീൻ, തിബൈൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ബെൻസൈൽ ഐസോക്വിനോളിൻ ആൽക്കലോയിഡ്സിന് എക്സാമ്പിൾ ആണെങ്കിൽ നോസ്കാപ്പിൻ, നാസീൻ ആസ് വെൽ ആസ് പപ്പാവറിൻ. അതിൽ പപ്പാവറിൻ ഓർക്കുക. പപ്പാവറിൻ ഓപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയ ഒരു ആൽക്കലോയിഡും കൂടിയിട്ടാണെന്നുള്ളത് ഓർക്കുക. ഓക്കെ, ഓപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ് പപ്പാവറിൻ. ദെൻ നെക്സ്റ്റ് നമ്മൾ മോർഫിന്റെയും കൊഡീൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നമുക്ക് മോർഫിൻ എന്ന് പറയുമ്പോൾ കൊഡീനും മോർഫിനും നമുക്ക് ഒരേ സ്ട്രക്ചർ ആണ് ഇവിടെ വരുന്നത് അല്ലേ, ദാറ്റ് ഈസ് ഫിനാൻഡ്രീൻ ന്യൂക്ലിയസ് ആണ് വരുന്നത്. പക്ഷേ നമുക്കൊരു ഡിഫറൻസ് വരുന്നത് എന്താണ്, ഇതിൽ OH വരുന്നത് 3rd പൊസിഷനിലും അതുപോലെ തന്നെ 6th പൊസിഷനിലും OH ഉണ്ട്. പക്ഷേ അതിന്റെ 3rd പൊസിഷനിൽ നമ്മൾ മെത്തിലേഷൻ നടത്തി കഴിഞ്ഞാൽ അതിലൊരു മീഥേൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബിക്കം വാട്ട്, കൊഡീൻ. ഓക്കെ, അപ്പോൾ മോർഫിനെ മെത്തിലേറ്റ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക, ദാറ്റ് ഈസ് കൊഡീൻ. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. മെത്തിലേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മീഥേൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് എന്തായിട്ട് മാറി, കൊഡീനായിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇതിലെ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൽ OCH3 ഗ്രൂപ്പായിട്ട് മാറി. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ കൊഡീൻ്റെ കേസ്. പിന്നെ അപ്പോൾ അതേപോലെ തന്നെ അസറ്റിലേഷനും ഉണ്ട് കേട്ടോ, അത് തിരിഞ്ഞു പോകരുത്. അസറ്റിലേഷൻ ചെയ്യണം. മോർഫിനെ അസറ്റിലേറ്റ് ചെയ്താൽ എന്ത് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഡൈ അസറ്റൈൽ മോർഫിൻ ആവും അല്ലേ. ഇവിടെ രണ്ടും അസറ്റൈൽ ഗ്രൂപ്പ് വരും. അതെന്താണ്, ഹെറോയിൻ ആണ്. ഓക്കെ, ഡൈ അസറ്റൈൽ മോർഫിൻ ഹെറോയിൻ ആണ്. അത് അസറ്റിലേഷൻ, ഇത് മെത്തിലേഷൻ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മോർഫിനെ ഡീഹൈഡ്രേറ്റ് ചെയ്യാം, അതായത് ഒരു മോളിക്യൂൾ ഓഫ് വാട്ടർ അതിൽ നിന്ന് പോകാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അപ്പോമോർഫിൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചേക്കുക. അപ്പോമോർഫിന്റെ കേസ്, പിന്നെ അതുപോലെ തന്നെ കൊഡീൻ്റെ കേസ്, അതേപോലെ തന്നെ ഏതാണ് നമ്മുടെ ഹെറോയിൻ്റെ കേസ്. ഇതൊക്കെ എങ്ങനെയാണ് എന്നുള്ളതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ മറ്റൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കേസ് എന്താണ്, ഈ ഒപ്പിയം ആൽക്കലോയിഡ്സ് എല്ലാം തന്നെ മീക്കോണിക് സോൾട്ടുകളാണ്. അതായത് മീക്കോണിക് ആസിഡിന്റെ സോൾട്ടുകളാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒപ്പിയം ആൽക്കലോയിഡ്സ്. ഓക്കെ, മീക്കോണിക് ആസിഡ്, അത് ഓർത്ത് വെച്ചേക്കുക. അതും ചോദിച്ചിട്ടുള്ളതാണ്. ഒപ്പിയം ആൽക്കലോയിഡ്സ് എന്തിന്റെ സോൾട്ട് ആണ്, ഏത് ആസിഡിൻ്റെതാണ്, ദാറ്റ് ഈസ് മീക്കോണിക് ആസിഡ്. ഓക്കെ, അതിന്റെ സോൾട്ട് ആണ് ഈ ഒപ്പിയം ആൽക്കലോയിഡ്സ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒപ്പിയം ആൽക്കലോയിഡ്സ് ഒക്കെ നമുക്ക് ഡിറൈവ് ചെയ്യുന്നത് ഏത് അമിനോ ആസിഡ്സിൽ നിന്നിട്ടാണ്, ഫിനൈൽ അലാനിൻ ആസ് വെൽ ആസ് വാട്ട്, ടൈറോസിൻ. ഓക്കെ, ഈ 2 അമിനോ ആസിഡും ഓർത്ത് വെച്ചിരിക്കാം. ഇനി നെക്സ്റ്റ് കെമിക്കൽ ടെസ്റ്റ് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ ഒപ്പിയം ആൽക്കലോയിഡ്സ് എന്ന് പറയുന്നത് എന്താണ്, അത് മീക്കോണിക് ആസിഡ് കണ്ടന്റ് ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി, മീക്കോണിക് ആസിഡിന്റെ ടെസ്റ്റ് നമുക്ക് ആദ്യം നോക്കാം. മീക്കോണിക് ആസിഡ് ആൻസർ ചെയ്യുന്ന ടെസ്റ്റ് ആണെങ്കിൽ ഒപ്പിയം ആൽക്കലോയിഡ്സ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ പ്രസൻസ് ഓഫ് മീക്കോണിക് ആസിഡിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഫെറിക് ക്ലോറൈഡ് ആഡ് ചെയ്ത് നോക്കാം.
ഓക്കെ, അപ്പോൾ ഓപ്പിയം ഡ്രഗിൽ നമ്മൾ ഫെറിക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ റെഡ് കളർ പ്രൊഡ്യൂസ് ചെയ്യുവാണ് എങ്കിൽ അതെന്താണ്? ഒപ്പിയമാണ്. എന്തുകൊണ്ട് അത് റെഡ് കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നു? ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് മീക്കോണിക് ആസിഡ്. ഓക്കെ, അപ്പോൾ മീക്കോണിക് ആസിഡിന്റെ പ്രസൻസ് ആണ് ഈ ഒരു റിയാക്ഷനിൽ നമുക്ക് റെഡ് കളറേഷൻ തരുന്നത് ഒപ്പിയായിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് കൊഡീനും മോർഫിനും ആയിട്ടുള്ള ഡിസ്റ്റിങ്ക്യൂഷൻ ടെസ്റ്റുകളായിട്ടാണ് നമുക്ക് പറയുന്നത്. ഒന്ന് എന്ത് ചെയ്യും? നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട്? മോർഫിനിൽ അല്ലെങ്കിൽ ഡ്രഗിൽ നൈട്രിക് ആസിഡ് സ്പ്രിങ്കിൾ ചെയ്യുമ്പോഴത്തേക്കും എന്ത് കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഒരു ഓറഞ്ച് റെഡ് കളർ തരുവാണെങ്കിൽ ദാറ്റ് ഇസ് മോർഫിൻ. പക്ഷെ കൊഡീൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു റിയാക്ഷൻ തരില്ല. അതേപോലെ തന്നെയാണ് പൊട്ടാസ്യം ഫെറിസയനൈഡും ഫെറിക്ലോറൈഡ് സൊല്യൂഷനുമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് കളർ തരും? ബ്ലൂയിഷ് ഗ്രീൻ കളർ പ്രൊഡ്യൂസ് ചെയ്യും. ആര്? മോർഫിൻ. ഓക്കെ, പക്ഷേ കൊഡീൻ ആൻസർ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഈ ഒരു ഡിസ്റ്റിങ്ക്യൂഷിംഗ് ടെസ്റ്റ് ആയിട്ട് ഓർക്കുക. ഒന്ന് എന്തായിരുന്നു? നൈട്രിക് ആസിഡ് ആഡ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് റെഡ് കളർ തരുന്നെങ്കിൽ അത് മോർഫിൻ ആണ്. അതേപോലെ തന്നെ മറ്റത് എന്തായിരുന്നു? മോർഫിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഏതുമായിട്ടാണ്? പൊട്ടാസ്യം ഫെറിസയനൈഡും ഫെറിക്ലോറൈഡും. ഇത് നമുക്ക് വെറും ഫെറിക്ലോറൈഡ് മാത്രമായിരുന്നു പറഞ്ഞത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു? പൊട്ടാസ്യം ഫെറിസയനൈഡും ഫെറിക്ലോറൈഡും കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബ്ലൂയിഷ് ഗ്രീൻ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് മോർഫിൻ. ഓക്കെ, പിന്നെ അതേപോലെ പിന്നെ ഇനി നമുക്ക് അടുത്തൊരു ആൽക്കലോയിഡ് ആയിരുന്നു പപ്പാവറിൻ. പപ്പാവറിൻ ആണെന്നുണ്ടെങ്കിൽ അസിഡിക് ആക്കിയിട്ട് അതിലേക്ക് നമ്മൾ പൊട്ടാസ്യം ഫെറിസയനൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കളർ കിട്ടും? ലെമൺ യെല്ലോ കളർ വരും. ഓക്കെ, പപ്പാവറിൻ HCl പ്ലസ് വാട്ടർ ഏതാണ് ആഡ് ചെയ്യുന്നത്? പൊട്ടാസ്യം ഫെറിസയനൈഡ്. ഓക്കെ, ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊട്ടാസ്യം ഫെറിസയനൈഡ് ഫെറിക്ലോറൈഡും കൂടെ ആയപ്പോഴത്തേക്ക് നമുക്ക് ബ്ലൂയിഷ് ഗ്രീൻ കളർ വന്നു. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ലെമൺ യെല്ലോ കളറാണ് പപ്പാവറിന്റെ കേസിൽ വരിക. ഓക്കെ, സോ അപ്പോൾ ഇത് കളേഴ്സും റിയാക്ഷൻസ് ഓർക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മീക്കോണിക് ആസിഡിന്റെ റിയാക്ഷൻ എന്തായാലും പഠിച്ചു വെച്ചേക്കുക. ദാറ്റ് ഇസ് ഡീപ്പ് റെഡിഷ് കളറേഷൻ ആണ് ഏതെന്നുള്ളത് മീക്കോണിക് ആസിഡ് കാരണം നമ്മുടെ ഈ ഫെറിക്ലോറൈഡുമായിട്ട് ഒപ്പിയം റിയാക്ട് ചെയ്യുമ്പോൾ തരുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ ഡിസ്റ്റിങ്ക്യൂഷിംഗ് ടെസ്റ്റ് വായിക്കണം. നെക്സ്റ്റ് വരുന്നത് യൂസസ് ആണ്. യൂസസിന്റെ കേസ് വരുമ്പോൾ മോർഫിൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതെന്താണ്? ഒപ്പിയോഡ് അനാൽജസിക് ഡ്രഗ് ആണ് അല്ലേ? അതേപോലെ തന്നെ അത് ഹിപ്നോട്ടിക് ആണ്, സെഡേറ്റീവ് ആണ്. പിന്നെ അതിന് സെൻട്രലി നാർക്കോട്ടിക് എഫക്റ്റ് ഉണ്ട്. സോ അത് കാരണം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു അഡിക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഡ്രഗ് ആണ് മോർഫിൻ. ഓക്കെ, ഇനി കൊഡീൻ. അടുത്ത ആൽക്കലോയിഡ് ഏതാണ്? കൊഡീൻ. കൊഡീന്റെ കേസ് വരുമ്പോൾ എന്താണ്? കഫ് സപ്രസന്റ് ആണ് അല്ലേ? ദാറ്റ് ഇസ് ഇറ്റ് ഇസ് ഫൗണ്ട് ടു ബി ആന്റിഡിസിവ്. അതേപോലെ തന്നെ കഫ് സപ്രസന്റ് എഫക്ട് കാണിക്കുന്ന ഒന്നാണ് നോസ്കാപ്പിൻ അല്ലെങ്കിൽ നാർക്കോട്ടിൻ. നമ്മൾ ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്ത ഡ്രഗ് എന്ന് പറഞ്ഞു അല്ലേ? സോ ദാറ്റ് ഇസ് നോസ്കാപ്പിൻ അല്ലെങ്കിൽ നാർക്കോട്ടിനും എന്താണ് വരിക എഫക്റ്റ്? കഫ് സപ്രഷൻ ആണ് വരിക. പക്ഷേ മോർഫിൻ മെയിൻലി നമുക്ക് ഒപ്പിയോഡ് അനാൽജസിക് ആണ്. സിവിയർ പെയിനിന് മാത്രമേ അത് അങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ, ഇനി പപ്പാവറിൻ സ്ഥിരം നമ്മൾ MCQസിൽ കാണുന്നതാണ്. പപ്പാവറിന്റെ കേസ് സ്മൂത്ത് മസിൽ റിലാക്സന്റ് ആണ് പപ്പാവറിൻ. ഓക്കെ, ഓപ്റ്റിക്കലി ഇനാക്റ്റീവ് എന്നുള്ള ക്വസ്റ്റ്യനും സ്മൂത്ത് മസിൽ റിലാക്സന്റ് ആണ് പപ്പാവറിൻ എന്നുള്ള ക്വസ്റ്റ്യനും നമുക്ക് MCQസിൽ റിപ്പീറ്റഡ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഡയാസറ്റൈൽ മോർഫിൻ അഥവാ ഹെറോയിന്റെ കേസ് വരുമ്പോൾ ഇത് മോർഫിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ്? മോർ നാർക്കോട്ടിക് ആസ് വെൽ ആസ് വാട്ട് അനാൽജസിക് എഫക്റ്റ് ഉണ്ട് ഏതിന്? ഹെറോയിന്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് അപ്പോമോർഫിൻ. ഓക്കെ, അപ്പോൾ അപ്പോമോർഫിന്റെ കേസ് വരുമ്പോഴത്തേക്ക് അപ്പോമോർഫിൻ നമ്മൾ പോയ്സണിങ്ങിനൊക്കെ നമുക്ക് അപ്പോമോർഫിൻ എമെറ്റിക് ആയിട്ട് യൂസ് ചെയ്യാം. പോയ്സണിങ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ എമെറ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോമോർഫിൻ. അപ്പോമോർഫിൻ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഡീഹൈഡ്രേഷൻ അല്ലേ? അതായത് ഒരു മോളിക്യൂൾ ഓഫ് വാട്ടർ പോകുമ്പോഴത്തേക്കുമാണ് നമുക്ക് എന്ത് ഫോം ചെയ്യുന്നത്? അപ്പോമോർഫിൻ ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് യൂസസ് ഓഫ് ഒപ്പിയം. Then next, different forms of opium. അതായത് നമുക്കിപ്പോൾ പൗഡേർഡ് ഒപ്പിയം എന്ന് പറയാണ്. പൗഡേർഡ് ഒപ്പിയം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രിപ്പയർഡ് ഒപ്പിയം അല്ല, പൗഡേർഡ് ഒപ്പിയം. പൗഡേർഡ് ഒപ്പിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോർഫിൻ 10% അൻഹൈഡ്രസ് മോർഫിനോടൊപ്പം തന്നെ വേറെ എന്തൊക്കെയുണ്ട്? ലാക്ടോസ് ഉണ്ട്, കാരമൽ ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്? കൊക്കോയുടെ ഹസ്ക് ഉണ്ട്. ഓക്കെ, സോ അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോഴത്തേക്ക് അതിന് നമുക്ക് എന്തെന്ന് പറയാം? പൗഡർ ഒപ്പിയം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിൽ പൗഡേർഡ് ഒപ്പിയത്തിൽ ഈ അതർ ഇൻഗ്രീഡിയൻസും കൂടിയിട്ടുണ്ട്. ഇനി അവിടെ ഓർക്കാൻ മറ്റൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അധികം ചോദിച്ചു കണ്ടിട്ടില്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. പൗഡേർഡ് ഒപ്പിയം എന്ന് പറയുമ്പോൾ അതിൻ്റെ കണ്ടന്റ്
10% അൻഹൈഡ്രസ് മോഫിൻ്റെ കൂടെ തന്നെ പിന്നെ പൗഡേർഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് കൊക്കോയുടെ ഹസ്ക് ഉണ്ടായിരിക്കും, ലാക്ടോസ് ഉണ്ടായിരിക്കും, പിന്നെ അതുപോലെ തന്നെ കാരമൽ ഉണ്ടായിരിക്കും. ഇനി നെക്സ്റ്റ് വരുന്നത് ഓപ്പിയം കോൺസെൻട്രേറ്റ് ആണ്. ഓപ്പിയം കോൺസെൻട്രേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആൽക്കലോയിഡ്സിൻ്റെ ഹൈഡ്രോക്ലോറൈഡ് ഫോമാണ് പ്രസന്റ് ആയിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ഓപ്പിയം കോൺസെൻട്രേറ്റ്സ് എന്ന് പറയുന്നത് ഈ ആൽക്കലോയിഡ്സിനെ എല്ലാം ഹൈഡ്രോക്ലോറൈഡ് ഫോമിന്റെ കോമ്പിനേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, പിന്നെ ഓപ്പിയം കോൺസെൻട്രേറ്റ്. അതായത് മോർഫിൻ ഹൈഡ്രോക്ലോറൈഡ്, കൊഡീൻ ഹൈഡ്രോക്ലോറൈഡ്, അങ്ങനെ ഹൈഡ്രോക്ലോറൈഡ് ഫോമിൽ ഈ ഇതിനെ എടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓപ്പിയം കോൺസെൻട്രേറ്റ്. ഇനി നെക്സ്റ്റ് വരുന്നത് ക്യാംഫറേറ്റഡ് ഓപ്പിയം ടിങ്ചർ. ക്യാംഫറേറ്റഡ് ഓപ്പിയം ടിങ്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, ക്യാംഫറേറ്റഡ് ഓപ്പിയം ടിങ്ചർ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ആൽക്കഹോളിക് സൊല്യൂഷൻ ആണ് അല്ലേ, ആൽക്കഹോൾ ഉണ്ട്. ഓക്കെ, ക്യാംഫറേറ്റഡ് ഓപ്പിയം ടിങ്ചർ. അപ്പോൾ എന്തായാലും ഓപ്പിയം ഉണ്ട്, ക്യാംഫറും ഉണ്ട്, പിന്നെ ആരൊക്കെയുണ്ട്, ബെൻസോയിക് ആസിഡും അനീസെ ഓയിലും കൂടിയിട്ട് okay, so that is camphorated opium tincture. Okay, alcoholic solution of water, opium, camphor, benzoic acid as well as what, anise oil. Okay, ആൻറ്റി ഡയറിയലാണ് കേട്ടോ. അത് നമ്മുടെ ഈ ഡയറി ആയിരിക്കുമ്പോൾ എന്താണ്, പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് വളരെ കൂടുതലായിട്ടാണ് ഡയറിയ അല്ലേ. അപ്പോൾ ഈ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്സിനെ കൺട്രോൾ ചെയ്യുന്നതിന് ഉള്ളൊരു എഫക്റ്റ് ഉണ്ട് ഈ ക്യാംഫറേറ്റഡ് ഓപ്പിയം ടിങ്ചറിന്. ഓക്കെ,